ദ ഇന്ത്യ ഗേറ്റ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ജയ്സൽമീറിൽ നിന്ന് രാവിലെ 10:30 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് ഫ്രഷായി 2:30 മണിയായപ്പോൾ ഉച്ചയ്ക്കായപ്പോഴത്തേക്കും വണ്ടിയിൽ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിലെത്തി. നമുക്ക് ഇന്ത്യ ഗേറ്റ് എന്ന് ഇറങ്ങി കാണാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അതിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല, ഈ പുറത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പരിസരമൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അകം വേറൊന്നുമില്ല സത്യം പറഞ്ഞാൽ, ഒരു ഭയങ്കര വലിയൊരു ഇതിൻ്റെ അകത്ത് പീസ്ഫുള്ളായിട്ട് ഏത് മതസ്ഥർക്കും വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം. അതാണ് ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങളന്ന് വൈകിട്ട് അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ട് മണാലിയിലോട്ട് ട്രിപ്പ് തിരിച്ചു. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മണാലിയിലേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. രാവിലെ കണ്ണുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇതുണ്ടോ, ഭയങ്കര മൂടൽ മഞ്ഞും ഭയങ്കര വേറൊരു ക്ലൈമറ്റുള്ളൊരു സ്ഥലമാണ്. നല്ല തണുപ്പും നല്ല രസമായിരുന്നു ആ മോർണിംഗ്. അത് കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് പോണ വഴിയിലുള്ള കുറേ കാഴ്ചകളാണ് ഇതൊക്കെ. കുറേ ഇങ്ങനെ ഒഴുകുന്ന നദിയും അങ്ങനത്തെ സംഭവങ്ങളും സൈഡൊക്കെ കണ്ടോ. ചെടികളൊക്കെ അങ്ങനെ നമ്മളവിടുത്തെ പോലെ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമല്ല അവിടെ. ഏത് മഞ്ഞുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ. മഞ്ഞ് മാറുമ്പോൾ വേറെ വ്യത്യാസമായിരിക്കും. ഭയങ്കര മനസ്സിനെന്തോ ആ സ്ഥലം കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി. ആക്ച്വലി ഭയങ്കര ക്ഷീണിച്ചാണ് ഇരുന്നത്, പക്ഷേ ആ സ്ഥലം കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ നിന്ന് പോണത് മാൾ റോഡിലാണ് ഞങ്ങളുടെ സ്റ്റേ എല്ലാം. അപ്പോൾ അവിടെ പോയി അവിടെ ഫ്രഷപ്പായിട്ട് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഫുള്ളും സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഡേ ആണ്. അപ്പോൾ അവിടെ പോയി ഫ്രഷപ്പൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സ്ഥലത്ത് പോവാം എന്നൊരു ഇതായിരുന്നു. അന്ന് അവിടെ ചെന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം പുറത്തിറങ്ങി അവിടെ മാൾ റോഡിൽ നടന്നപ്പോൾ കണ്ട ഒരു ആളാണ്. പുള്ളി ഈ ഇതുണ്ടല്ലോ കട്ട്ബോർഡ്, അതായത് വുഡ് പോലത്തെ സംഭവങ്ങളിലൊക്കെ പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് മാൾ റോഡ്. അവിടെ ഇഷ്ടംപോലെ കടകളും സംഭവങ്ങളും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഹഡിംബ ദേവി ടെമ്പിളിലോട്ട് പോയി. ഞങ്ങൾ നടന്നാണ് പോയത്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചു. നടന്ന് ഒരുപാട് വന്നെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു. പിന്നെ നടന്ന് ഞങ്ങൾ ആ ക്ഷേത്രത്തിലെത്തി. അവിടെ അവസരം നടന്ന് ക്ഷീണിച്ച നിപ്പായി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും പോയി. എങ്ങനെയുണ്ട് കുട്ടാ? ഗായ്സ്, ദിസ് ഈസ് നമ്മളുടെ മണാലി ആണ് ഗായ്സ്. നടക്കൂ കുട്ടികളെ. ഈ പെണ്ണാണ് കാരണക്കാരി. മര്യാദയ്ക്ക് ആട്ടും കുട്ടി പട്ടീനെ തോന്നുന്നത് മുയൽക്കുട്ടി. വാട്ട് ഈസ് ദിസ്? അങ്ങനെ ഞങ്ങളിവിടെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ജീവികളെ കാണാൻ സാധിച്ചു വഴിയിൽ. അവള് പട്ടിയുടെ പിറകെ ഓട്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോയി. പിന്നെ മണാലിയിൽ അവിടെ കുറച്ച് നേരം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. രാത്രി അവിടെ KFC പോയി കഴിച്ചു. പിന്നെ രാവിലെ സോലങ്ക് വാലി പോയി. അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. എന്താ നിറച്ച് കണ്ടോ, നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്ന പോലെ മഞ്ഞായിരുന്നു. അവിടെ കയറുന്നതിന് മുന്നേ അവിടെ താഴെ നിന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സും ഗ്ലൗസ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ റെൻറ്റിന് എടുക്കണം. അവിടെ ഇരിക്കുന്ന ഷൂസൊക്കെ കണ്ടോ, ഇതുപോലത്തെ സംഭവങ്ങൾ താഴെ നിന്നാണ് ഞങ്ങൾ റെൻറ്റിന് എടുത്തത്. എന്നാലേ അവിടെ നമുക്ക് നടക്കാനും പോകാനൊക്കെ പറ്റുള്ളൂ. ഫുൾ മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത്. ഇങ്ങനെ കുറച്ച് പാറകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സ് റെൻറ്റിന് എടുത്തിട്ട് ആണ് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ കുറേ അഡ്വഞ്ചർ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒന്നിലും കയറിയില്ല. എനിക്ക് സത്യം തന്നെ പേടിയാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞാനിതിലൊന്നും കയറിയില്ല. എല്ലാവരും കയറുന്ന കണ്ടുകൊണ്ടിരുന്നു. കണ്ടോ, ഇതൊരു സംഭവം ഉണ്ടോ, ഇതിൽ ഞങ്ങളെ കൂടാവുന്ന കുറേ പേരൊക്കെ കയറിയായിരുന്നു. കണ്ടുപിടിക്കാൻ നല്ല രസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങളവിടെ പോയി മഞ്ഞിൽ കളിച്ച് അവിടെയൊക്കെ നടന്നു.
ഞങ്ങളിവിടെ കിടന്ന് മാക്സിമം മഞ്ഞിൽ കളിക്കാനുള്ള മാക്സിമം കളിച്ച് അവസാനം ഞങ്ങൾ തളർന്ന് അവിടെ നിന്ന് എണീച്ച് മുകളിൽ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഒരു കുഞ്ഞു വാവയെ കണ്ടു. നല്ല രസമായിരുന്നു ആ കുഞ്ഞ്. അവിടെ ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ നോക്കുന്നില്ല കേട്ടോ. ആ കുഞ്ഞ് വെറുതെ ഇറങ്ങി ഓടുന്നു, പുറത്തോട്ടൊക്കെ ഇറങ്ങി വന്ന്. പോരാത്തതിന് അവിടുത്തെ റോഡുകളെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് ഉരുകി വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന കാരണം ചെളിയും എല്ലാം കൊണ്ട് വണ്ടി വന്നാൽ ചറക്കും, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഓൾറെഡി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വണ്ടി അവർ ഇതായിട്ടാണ് വരുന്നത്. ഈ കുട്ടി പുറത്തിറങ്ങി ഓട്ടോ ഒക്കെ ആയിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു അവൾ. അതുകൊണ്ട് അവളെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ന്യൂഡിൽസൊക്കെ കഴിച്ചു അവിടെ നിപ്പായി. സുന്ദരി നമ്മൾ കളിപ്പിച്ച സമയം തിരിച്ചിറങ്ങിയപ്പോൾ അവൾ പിന്നെ നമ്മളുടെ വരാനായി. പിന്നെ അവൾ കാണാതെ നമ്മൾ വല്ലവിധം ഇറങ്ങി വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോയി. ഞാനും അനഘയും മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നടന്ന് മുകളിലോട്ട് കയറി അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം കേട്ടോ മഞ്ഞിൻ്റെ മല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താമെന്നൊരു സംഭവത്തിൽ കയറിപ്പോയി. നല്ല രസമായിരുന്നു. നമുക്കിങ്ങനെ എന്തോ ഭയങ്കര ഒരു ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കണ നല്ല രസമല്ലേ. കണ്ടോ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. അവിടെ കണ്ടോ മലകൾ കണ്ടോ. നമുക്കിങ്ങനെ കയറി പോകാം. ഈ ഒരു വണ്ടിയിലാണ് ആൾക്കാർ പോണതൊക്കെ. അങ്ങോട്ട് കുതിരയിൽ പോകുന്നവരുണ്ട്. ആ വണ്ടി ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ വെച്ച് അവിടെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കിടന്ന് നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു മണാലി. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് പോയി നോക്കണം. നല്ല രസമാണ് അവിടെ. പക്ഷെ മഞ്ഞുള്ളപ്പോൾ പോകണം, എന്നാലേ ഭംഗിയുള്ളൂ. ഞങ്ങൾ കയറി കുറേപ്പോൾ ഞങ്ങൾ തളർന്നു സത്യം പറഞ്ഞാൽ. അവിടെ പിന്നെ ഭയങ്കര ഇതാണ്, ചറുക്കലും ചെളിയൊക്കെ ഉണ്ട്, മഞ്ഞ് ഉരുകുന്നുണ്ട്. അപ്പം അതിൻ്റെതും ഉണ്ട് അവിടെ. അങ്ങനെ അവിടെ കുറേ നേരം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനിയും കയറാൻ വയ്യാത്തതുകൊണ്ട് ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ മുകളിലോട്ട് മല. പക്ഷെ നമ്മളവിടെ തിരിച്ച് വണ്ടി കയറി ഡ്രസ്സൊക്കെ ഊരി കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് താമസ സ്ഥലത്തോട്ട് പോയി. ഇവിടെ വൈകിട്ട് കണ്ടോ ബദാം മിൽക്കാണ് അവിടുത്തെ. അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. ഇത് സംഭവം ഞങ്ങൾക്ക് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ചെയ്തത്. ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് തളർന്ന ആവശ്യമായ ഒരു നിലയിലായിരുന്നു. പോയിട്ട് അതിൻ്റെ പിറ്റേതും തിരിച്ച് വരുന്നതാണ് ഈ കട്ട്സ്. തിരിച്ച് നമ്മൾ ജീപ്പിലാണ് വന്നത്. ഉരുളം പാറകൾ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു ജീപ്പിൽ പോയത്. ഞാൻ വെച്ചാൽ എൻ്റെ ഫോണൊക്കെ തെറിച്ച് പോകുന്നു വീഡിയോ എടുക്കുമ്പോൾ. അത്ര ഡേഞ്ചറസ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അങ്ങോട്ട് പോയത് ഗ്രഹാം വില്ലേജിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് അത്രയും ദൂരം നടന്ന് ട്രക്ക് ചെയ്ത് മല കയറി നല്ല ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി ക്ഷീണിച്ചു. ഒന്നാമത് തണുപ്പ്, പിന്നെ ഇത്രയും ദിവസത്തെ യാത്ര എല്ലാം കൂടെ ആയപ്പോൾ എല്ലാവരും നല്ല ക്ഷീണിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഗ്രഹാം വില്ലേജിൽ അവിടെ പോയി. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ ചെന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ വണ്ടിയിൽ തിരിച്ചു വന്നതാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ സ്ഥലങ്ങൾ. വരുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നടന്നു വരുമ്പോൾ നമുക്ക് കാലും കൈയും വേദനയ്ക്ക് ക്ഷീണിക്കുന്നേ ഉള്ളൂ. പക്ഷേ റോഡ് പ്രശ്നം നമുക്ക് അറിയാൻ പറ്റില്ല, മലയും കുന്നുമല്ലേ. പക്ഷേ ഈ വണ്ടിയിൽ പോയപ്പോൾ ഞങ്ങൾ നല്ലോണം അറിഞ്ഞു. കാര്യം ഫുൾ പോലത്തെ റോഡായിരുന്നു. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ തിരിച്ചു പോകാൻ പറ്റാത്ത അങ്ങനത്തെ റോഡായിരുന്നു. പിന്നെ അവിടെ നിന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തി. ഒരു വൈകിട്ട് അവിടെ ഞങ്ങൾ മണികരണിൽ പോയി. അവിടെ നിന്ന് ക്ഷേത്രമാണ് അവിടുത്തെ. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എപ്പോഴും തിളച്ച വെള്ളം, ഒരു ഭാഗത്ത് മാത്രം തിളച്ച വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശിവക്ഷേത്രമാണ്, എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇത്രയും തണുപ്പുള്ള സമയത്തും അവിടെ തിളച്ച വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് പുക വരുന്നുണ്ടായിരുന്നു. ഇത്ര തിളച്ച വെള്ളം. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിടെ ഡോറിൽ നിന്ന് അകത്ത് കയറുമ്പോൾ ഈ പാലം കണ്ടോ, ഈ പാലം കടന്ന് അകത്ത് കയറുമ്പോൾ ഇങ്ങനെ വെള്ളം, ആ ചൂട് വെള്ളം തന്നെ ഇങ്ങനെ വരണത്
നമുക്ക് ആ വെള്ളം പോയി എടുക്കാം. അങ്ങനെ ഒരു ഇതായിരുന്നു. അവിടെ അകത്ത് ഗുരുദ്വാര അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കണ്ടോ പുക വരുന്നുണ്ടോ? ആ ഭാഗത്തു നിന്നാണ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ്. ആൾക്കാർ അവിടെ എന്തോ ഒരു നേർച്ച പോലെ ഉണ്ട്. അപ്പോൾ അതായത് തുണിക്കകത്ത് അരി വെച്ചിട്ട് അതിൽ മുക്കിയെടുക്കും. അപ്പോൾ അരി വേഗം അങ്ങനെ ഇതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലും തൊഴുത് അവിടുത്തെ വിസിറ്റും കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. അന്നത്തെ ഡേ അവിടെ കഴിഞ്ഞു.